ഓം ശ്രീ ആഞ്ജനേയ നമ. MS-P4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ ഫലം, അതായത് 27 നക്ഷത്രക്കാരുടെ ഫലം ആണ് ഞാൻ പ്രതിപാദിക്കുന്നത്. വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് 2025 നവംബർ മാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. എന്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MS-P4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. അതായത് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള വാരം. ജോലി സംബന്ധമായിട്ട് വളരെ ദീർഘകാലമായിട്ട് അങ്ങനെ ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാതെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന വർക്കുകളെല്ലാം നിങ്ങൾക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റിയതും ഒരു പൂർണ്ണമായിട്ടുള്ള ഔട്ട്പുട്ടിൽ എത്തിച്ചേരാൻ സഹായകരമാകുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വർക്ക് പ്രഷർ കാര്യങ്ങളെല്ലാം അങ്ങനെ മാറി നിൽക്കാനും നിങ്ങളുടെ ഹയർ അതോറിറ്റി അങ്ങനെ ജോലി സംബന്ധമായിട്ട് പ്രീതിപ്പെടുത്താൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ നയന സംബന്ധമായ ബുദ്ധിമുട്ടുകളും കാൽമുട്ടനുണ്ടാകുന്ന അസ്വസ്ഥതകളും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ല ബന്ധം ഈ ഒരു വാരം വന്ന് ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലുള്ള പാളിച്ചകൾ നിമിത്തം സാമ്പത്തിക നഷ്ടം, അതുപോലെ തന്നെ പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും നല്ല ദൈവാധീനമുള്ളൊരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂർ നക്ഷത്രക്കാരായ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ജോലിയിലുള്ള നിലവിലുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു തടസ്സങ്ങൾ പൂർണ്ണമായും മാറുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നിലവിൽ ബിസിനസ് സംബന്ധമായിട്ട് ഉള്ള തടസ്സങ്ങളെല്ലാം മാറാനും ഉള്ള ഭാഗ്യം ലഭിക്കുന്ന നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ ലഭിക്കാനും അങ്ങനെ ബിസിനസ് സംബന്ധമായിട്ട് ബ്ലോക്ക് ആയി കിടന്ന എമൗണ്ട് കാര്യങ്ങൾ അങ്ങനെ ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ആകാനുമുള്ള ഭാഗ്യം ഉള്ള നല്ലൊരു വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകയിരം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിത്യവും ഭദ്രകാളി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതായത് രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കത്തിനുള്ള സാധ്യതകൾ ഉടലെടുക്കാനുള്ള സാധ്യതയുള്ള ഒരു വാരമായിട്ടാണ് മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അങ്ങനെയുള്ള മടി, അങ്ങനെയുള്ള അലസത കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോകാൻ
അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവർക്കും അതുപോലെ തന്നെ വിസ സംബന്ധമായിട്ടുള്ള ക്ലിയറൻസ് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ വാഹനം എടുക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ല ഒരു വാരമായിട്ടാണ് മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ ഉണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. നിങ്ങളുടെ സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്ന ഒരു വാരമാകും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സംസാര മിതത്വ ഭാവത്തിന് സംസാരിച്ച് മുൻപോട്ട് പോകുക. അത് ഔദ്യോഗികപരമായിട്ടാണെങ്കിലും കുടുംബത്താണെങ്കിലും സംസാരത്തിൽ മറ്റുള്ളവർക്ക് അതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതകൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ധനനഷ്ടം, പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്നത് വഴി പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെയുള്ള ധനനഷ്ടം, ഓവറായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കാൻ സാധ്യതയുള്ള ഒരു വാരമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള വാരമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. ആരോഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കും. അങ്ങനെയുള്ള ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദൈവാധീനം. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ് പരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിലും അല്ലാതെയുള്ള പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരം, വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള വാരമാവും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുണ്ട്. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഒരു കാര്യം കൂടി ചെയ്യുക, ദിവസവും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പൂർണ്ണമായിട്ടും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഈ ഒരു വാരം ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുകൊണ്ട് നിത്യവും പ്രാർത്ഥനയ്ക്ക് കൂടി ഒരു പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോകുക. അതുപോലെ നിങ്ങളുടെ കുടുംബദേവിയെ കൂടി നിത്യവും പ്രാർത്ഥിക്കുക. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം, അതുപോലെ ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ കാണിക്കുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരം നിമിത്തം അങ്ങനെ ശത്രു സ്ഥാനം കൂടി നിൽക്കാനുള്ള കാരണങ്ങൾ കാണിക്കുന്നുണ്ട് കന്നിക്കൂർ നക്ഷത്രക്കാർക്ക്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം തുടക്കത്തിൽ ഉണ്ടായേക്കാം. അതിനുശേഷം ബുധനാഴ്ചയോടുകൂടി അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. വിഘ്നേശ്വര പ്രീതി നേടുക. അതുപോലെ തന്നെ കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ, നിലവിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നു കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യമുള്ള നല്ലൊരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യപരമായി ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും, അതുപോലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് വഴി അങ്ങനെയുള്ള ക്ലേശങ്ങൾ, അങ്ങനെയുള്ള ഫുഡ് അലർജി റിലേറ്റഡ് കാര്യങ്ങൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ധനപരമായി ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത തുലാക്കൂർ നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ
കണ്ടുമുട്ടാനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള അതുപോലെ ഗുരുക്കന്മാരെ, പഴയ ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം തുലാക്കൂറിൽ വരുന്ന ചില നക്ഷത്രക്കാർക്കെങ്കിലും അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ കാണിക്കുന്നതാണ് കവടി പ്രശ്നം. ഞാൻ ഈ പറയുന്ന വാരഫലം കവടി പ്രശ്നത്തിലൂടെയാണ് ചെയ്യുന്നത്. അതായത് ഓരോ രാശിക്കും ഓരോ തവണ കവടി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാരഫല വീഡിയോയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ നിലവിലുള്ള, അതായത് ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും ദശാസന്ധിയുടെ അടിസ്ഥാനത്തിലും തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ ആസ്ട്രോളജി റിലേറ്റഡ് കവടി പ്രശ്നത്തിലൂടെ അങ്ങനെ പരിഹാരം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് പേഴ്സണൽ കൺസൾട്ടേഷന്. എന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിവാഹപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത, അതായത് ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ശത്രു സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. അതായത് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാവും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ വാരം തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ബന്ധങ്ങൾ വന്നു ചേരാൻ ഉള്ള നല്ലൊരു ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നതും സ്വയംവര അർച്ചന വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം, ചൊവ്വാഴ്ച വരെയുള്ള ചെറിയ തടസ്സത്തിനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യമുള്ള നല്ലൊരു വാരമായിട്ടാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള വാരം ആകും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ദൈവാധീനമുള്ള സമയമാണ്. അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും നല്ല ദൈവാധീനമുള്ള വാരമാണ്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ, അങ്ങനെയുള്ള കാൽമുട്ടിനുള്ള അസ്വസ്ഥത, നയന സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതകൾ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള വാരം. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. പക്ഷേ ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം മകരക്കൂർ നക്ഷത്രക്കാർ. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുക, പാർവതി ക്ഷേത്രത്തില് മഞ്ഞൾപ്പറ വഴിപാടായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. പഴയ ബന്ധു, അതുപോലെ തന്നെ പഴയ നിങ്ങളുടെ ദൂരെയുള്ള ബന്ധു മിത്രാദികളെ കാണാനുള്ള, അങ്ങനെ ദർശിക്കാനുള്ള ഭാഗ്യം, നിങ്ങളുടെ വീട്ടിലേക്ക് ചിലപ്പോൾ വിരുന്നുകാരായിട്ട് വരാനുള്ള ഭാഗ്യങ്ങളും അതുപോലെ തന്നെ പഴയ സുഹൃത്തുക്കളെ കാണാനുള്ള ഭാഗ്യങ്ങളൊക്കെ ഉള്ള ഒരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മകരക്കൂർ നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനൊക്കെ നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് കുംഭക്കൂറിലും മീനക്കൂറിലും വരുന്ന നക്ഷത്രക്കാർക്ക്. ഈ രണ്ട് കൂറിലും വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ്. അതായത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി,
ചതയം പൂരുരുട്ടാതി മുക്കാൽ ഭാഗവും അതുപോലെ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതി നക്ഷത്രം. ഞാൻ ഈ രണ്ട് കൂറുകാരനെ ഒരുമിച്ച് ക്ലബ് ചെയ്ത് പറയുകയാണ്. കാരണം കവടി പ്രശ്നത്തില് രണ്ട് കൂറുകാർക്കും ഒരുപോലെയുള്ള റിസൾട്ടാണ് കണ്ടത്. അതായത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഇവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം ഉള്ളത് കൊണ്ട് തന്നെ ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വെറ്റിലമാല വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഭദ്രമായിരിക്കും, എങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതായത് പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. അതുപോലെ നിങ്ങളുടെ സംസാരം ഒന്ന് നിയന്ത്രിക്കുക. സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ വളരെ നല്ല ഒരു വാരമായിട്ടാണ് കുംഭക്കൂറിലും മീനക്കൂറിലും വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ഒരു വാരം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പറ്റിയ നല്ലൊരു വാരം. കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള വാരം, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന അതുപോലെ ഡിസിഷൻ എടുക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കുംഭക്കൂറിലും മീനക്കൂറിലും ഒരുപോലെ ഫലം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഹനുമാൻ സ്വാമിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ വളരെ നല്ലതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല തീരുമാനം എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് ഈ രണ്ട് കൂറിലും വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. എന്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MSP4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, തികച്ചും സൗജന്യപരമാണ്. അപ്പം 27 നക്ഷത്രക്കാരുടെ വാരഫലം ഇതാണ്. ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.